ശ്രീ മോഹൻ വർഗീസ്, അടിസ്ഥാനപരമായി ഇവിടെ ചില ആശങ്കകളാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഒരു വലിയ മാറ്റത്തിലേക്ക് തന്നെ രാജ്യം പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇതുവരെ ഭരണകക്ഷിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയായിരുന്നു ഒരു സർവകക്ഷി യോഗം ഉൾപ്പെടെ ആദ്യം വിളിക്കണമെന്നുള്ള പ്രതിപക്ഷം ആവശ്യപ്പെട്ടതും അത് ഉണ്ടായതുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങളെ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ? അത് പാർലമെന്റിൽ എത്തിയ ശേഷം മാത്രം സംസാരിക്കാം, ചർച്ച ചെയ്യാം എന്ന നിലപാട് എത്രമാത്രം ശരിയാണ്? തീർച്ചയായും ജനങ്ങളുടെ മുന്നിൽ ഒരു വ്യാപകമായ എലിസിറ്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ വേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഫണ്ടമെൻ്റൽ വിഷയമാണ്, മറ്റ് ഉപരിപ്ലവമായ ഒരു കാര്യമൊന്നുമല്ല. ഇന്ത്യയുടെ ഭാവിയെ, ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് ഭാരതത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന വളരെ ക്രൂഷ്യലായ ഒരു മാറ്ററാണ്. അത്രയ്ക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിൽ ഒന്നാണ് ഇപ്പോൾ ഈ പ്രോസസ്സാണ് നമ്മൾ സെറ്റിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാങ്കേതികതയിൽ പിടിച്ചുകൊണ്ട് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം, ഇങ്ങനെയൊക്കെ സംസാരിച്ച് യഥാർത്ഥത്തിൽ ലാർജർ പിക്ചർ നമ്മൾ മറന്നു പോകരുത്. എന്താണ് ലാർജർ പിക്ചർ? ഭാരതത്തിലെ ഓരോ പൗരനും അസിത ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യം, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം സഹസ്രാബ്ദങ്ങൾ യാതൊരു പോറലും കൂടാതെ നിലനിൽക്കണം. നാഷണൽ ഇൻറ്റിഗ്രേഷൻ എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഫിസിപ്പറസ് ടെൻഡൻസീസ് ഉണ്ടാവരുത്. ഏതെങ്കിലും ഒരു പ്രദേശം അവഗണിക്കപ്പെട്ടു എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകരുത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് പോകേണ്ടി വരും. എത്രയോ കൂലങ്കക്ഷമായ ചർച്ചകളാണ് അവിടെ നടന്നത്. തീർച്ചയായും ജനസംഘത്തിന് അവിടെ കാര്യമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അത് അന്നത്തെ ഒരു രാഷ്ട്രീയം അങ്ങനെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തേരോട്ടമായിരുന്നു അവിടെ അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമയത്ത് ഭരണഘടനാ പിതാക്കന്മാർ അംബേദ്കർ ആൻഡ് കമ്പനി അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്: നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് ഭാരതം ഉണ്ടാകുന്നത്, അതുപോലെ ബ്രിട്ടീഷ് പ്രോവിൻസുകൾ. അപ്പോൾ ഇതിനൊരു നിശ്ചിത അനുപാതത്തിലാണ് അവരെല്ലാം പറഞ്ഞ് ചിലരെയൊക്കെ കജോൾ ചെയ്തുകൊണ്ടും ചിലരെയൊക്കെ നിർബന്ധമായി കൂട്ടിച്ചേർത്തുകൊണ്ടും അങ്ങനെയാണ് ഇൻറ്റഗ്രേഷൻ പ്രോസസ്സ് വന്നത്. അതിനു മുൻപായി ഭരണഘടനാ നിർമ്മാണം സംഭവിച്ചു. അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഘടന എന്തായിരിക്കണം, ആ ഘടന തീരുമാനിക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു പാറ്റേണിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നാട്ടുരാജ്യങ്ങളുണ്ട്, വലുതും ചെറുതുമായ നാട്ടുരാജ്യങ്ങളുണ്ട്. പക്ഷേ ഒരു നിശ്ചിത അനുപാതത്തിൽ പവർ ഷെയറിങ് നടക്കണം. ഭാവിയിലും ആ വലിയ ഡിസ്പാരിറ്റി ഉണ്ടാകരുത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും പിന്നീട് വലിയ ഡിസ്പാരിറ്റി ഉണ്ടായാൽ അത് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഘടനാപരമായ സംവിധാനത്തിലാണ് ശ്രമിച്ചത്. അതാണ്, പക്ഷെ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. ഇപ്പോൾ 2011 സെൻസസ് അല്ല, ലാസ്റ്റത്തെ 2029 വരാനിരിക്കുന്ന സെൻസസ് ആണ് എന്നത് തന്നെ വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ അനുപാതരാഹിത്യം ഉണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. അതിനെ അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? സെൻസസ് 2011 ഈ പറയുന്ന അനുപാതരാഹിത്യത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും ഏറ്റവും നിർണായക കാര്യമാണ്. അസിത അത് പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. അനുപാത രാഹിത്യം എങ്ങനെയാണ് ഡീൽ ചെയ്യുക? ഇപ്പം ജനസംഖ്യ ആനുപാതികമായി മാത്രം കൈകാര്യം ചെയ്താൽ യഥാർത്ഥത്തിൽ ഒരു പാരിറ്റി ഇല്ല. ഒരു ഫെഡറൽ പാരിറ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് മാതൃകയാക്കാവുന്ന അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്ക എന്ന രാജ്യം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യം ഉണ്ടായി വന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ചില ബ്രിട്ടീഷ് കോളനികൾ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചു. 13 വിവിധ രാജ്യങ്ങൾ, 13 കോളനികളാണ്, ബ്രിട്ടീഷ് കോളനികൾ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായി മാറി. അവ ചേർന്നുകൊണ്ടാണ് കോൺഫെഡറസി ഉണ്ടാകുന്നതും. പിന്നീട് ഒരു പവർ ഷെയറിംഗ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക എന്ന ഇന്നത്തെ ഏറ്റവും വിഖ്യാതമായ രാജ്യം ഉണ്ടാകുന്നത്. ആ രാജ്യത്തിൻ്റെ ഭരണഘടന വളരെ ചെറുതാണ് കേട്ടോ, ലോകത്തെ ഏറ്റവും ചെറിയ ഭരണഘടനയിൽ ഒന്നാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൃത്യമായ പവർ ഷെയറിംഗ്. അതിനുവേണ്ടി അവർ കൊണ്ടുവന്ന ഒരു ആശയമാണ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറയുന്നത് വലിയ സംസ്ഥാനങ്ങളുണ്ടാകാം, ചെറിയ സംസ്ഥാനങ്ങളുണ്ടാകാം, ശക്തമായ സംസ്ഥാനങ്ങളുണ്ടാകാം, ദുർബലമായ സംസ്ഥാനങ്ങളുണ്ടാകാം, സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ടാകാം, കാർഷിക സംസ്ഥാനങ്ങളുണ്ടാകാം, വ്യവസായ സംസ്ഥാനങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇവയൊക്കെ തമ്മിൽ ദേശീയ തലത്തിൽ എത്തിക്കഴിയുമ്പോൾ ഒരു മൂപ്പിളമ തർക്കങ്ങൾ ഉണ്ടാകരുത്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ശക്തമാണെന്ന പ്രതീതി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഉപരിമണ്ഡലമായ സെനറ്റിൽ 100 അംഗങ്ങൾ, 50 സംസ്ഥാനങ്ങൾക്ക് ഒരേ പ്രാതിനിധ്യം 13 നിന്നും 50 കാലക്രമേണ മാറിയല്ലോ. ഇവിടെ അത് സാധ്യമല്ല. ഇവിടെ രാജ്യസഭയിൽ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്, 28 സംസ്ഥാനങ്ങൾക്ക് തുല്യ പ്രാതിനിധ്യം ഇല്ല എന്നോർക്കണം. അവിടെ തന്നെ ഒരു ഫെഡറൽ പ്രിൻസിപ്പിൾ അവിടെ അട്ടിമറിക്കപ്പെട്ടു. പക്ഷെ പിന്നെ ഉണ്ടാകേണ്ടത് എന്താ? ലോക്സഭയിലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെ ഒരു ബെഞ്ച് മാർക്കായി വെച്ചുകൊണ്ട് ഒരു നിശ്ചിത അനുപാതത്തിലുള്ള പവർ ഷെയറിംഗ് ഉണ്ടാവണം.
അതിനെ ബെഞ്ച് മാർക്കായി എടുത്തത് 71 എന്നാണ്. 71 മുതലാണല്ലോ അവിടെ മരവിപ്പിച്ച് നിർത്തിയത്, സീറ്റുകളുടെ എണ്ണം മരവിപ്പിച്ച് നിർത്തിയത്. അത് ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ ബേസിസിലാണ് കേരളത്തിലെ 1971 അർഹമായ പ്രാതിനിധ്യം പിന്നീടുള്ള ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ചോ കുറയുന്നതനുസരിച്ചോ ആ പ്രാതിനിധ്യത്തിന് കുറവുണ്ടാകാതെ അത് സ്ട്രക്ചറലി അഡ്ജസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഘടനാപരമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. ഏകപക്ഷീയമായി പാർലമെന്ററി മെജോറിറ്റി ഉണ്ട് എന്നതുകൊണ്ട് ഏകപക്ഷീയമായി ഒരു ബില്ല് പാസ്സാക്കി പാസ്സാവില്ലെന്ന് നമുക്കറിയാം. സിത, ഇത് 3-2 ഭൂരിപക്ഷം വേണ്ടതാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നത്തെ നിലയിൽ കൃത്യമായി 3-2 ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു ബുൾഡോസിംഗ് ഇവിടെ നടക്കില്ലായിരിക്കാം, പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിപക്ഷത്തെ ചില കക്ഷികളെ കൂടെ നിർത്താനും ചില പ്രാദേശിക ഘടകങ്ങളെ കൂടെ നിർത്താനും ഒക്കെയുള്ള വൻപൻ ശ്രമങ്ങൾ ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. പക്ഷെ ഇത് അപകടകരമായ ഒരു നിലയിൽ എത്തി നിൽക്കുന്നു. കാരണം ജനസംഖ്യ ആനുപാതികം മാത്രമാവരുത്. അത് പല മാനദണ്ഡങ്ങളിൽ ഒന്ന് മാത്രമാണ് ഡീലിമിറ്റേഷനിൽ ജനസംഖ്യ ആനുപാതികം. അതുകൊണ്ട് അനുപാതരാഹിത്യം ഉണ്ടാവരുത്. അനുപാതം, നിലവിലുള്ള അനുപാതം അനുസരിച്ച് വേണം ഭാവിയിലും പവർ ഷെയറിംഗ് ഉണ്ടാകാൻ. അത് ഇക്കണോമിക് റിസോഴ്സസിൻ്റെ അലോട്ട്മെൻ്റ് ആകട്ടെ, പൊളിറ്റിക്കൽ പവറിൻ്റെ അലോട്ട്മെൻ്റ് ആയിക്കൊള്ളട്ടെ, മറ്റ് സ്വാധീനങ്ങളുടെ അലോട്ട്മെൻ്റ് ആയിക്കൊള്ളട്ടെ. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങളും തങ്ങളുടേതാണ് രാജ്യം എന്ന ചിന്തയിൽ ഉണ്ടാകൂ. അല്ല എങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു. അവരുടെ പർച്ചേസിംഗ് പവർ എത്ര ഇപ്പോൾ ഇന്ത്യയിൽ, അവരുടെ സ്റ്റേക്ക് എത്ര? വളരെ കുറഞ്ഞില്ലേ? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർ വലിയ രീതിയിൽ ത്യാഗം ചെയ്തു എന്നൊന്നും പറയില്ല, പക്ഷേ അവർ പുരോഗമന ചിന്തയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിലേറെ മുന്നോട്ട് പോയി, ആരോഗ്യത്തിലേറെ മുന്നോട്ട് പോയി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏതാണ്ട് യൂറോപ്യൻ നിലവാരത്തിലേക്ക് അവരുടെ വിദ്യാഭ്യാസം, ഹെൽത്തിനെയൊക്കെ മാറ്റിയെടുത്തു. ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി, നേരത്തെ ഇവിടെ പാനലിസ്റ്റുകൾ പലതും സൂചിപ്പിച്ചല്ലോ, സ്വാഭാവികമായി ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടായി. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മേന്മയാണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയാണ് അത് കാണിക്കുന്നത്. അല്ലാതെ മറ്റ് നിർബന്ധമായ നടപടികളൊന്നുമല്ല. നിർബന്ധിത വന്ധ്യംകരണമോ നിർബന്ധിത കുടുംബാസൂത്രണമോ കാരണമല്ല, മറിച്ച് സ്വയം ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ പിന്നണിയിലേക്ക് വായിച്ചുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം ഒരു രീതിയിലും പാലിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് നാഷണൽ കേക്കിൻ്റെ, നാഷണൽ പൈയുടെ സിംഹഭാഗവും അലോട്ട് ചെയ്യാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം കൊണ്ടുവരികയാണെങ്കിൽ അതും വനിതാ സംവരണ നിയമത്തിൻ്റെ മറവിൽ ഇതുകൂടി ചേർത്തുകൊണ്ട് പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത് എംബഡ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായും ദേശവ്യാപകമായ ഒരു ചർച്ചയ്ക്ക്, ഒരു പാർലമെന്ററി കമ്മിറ്റിക്ക് ഇത് വിടണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടേണ്ടതാണ്. ദേശവ്യാപകമായ ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഇത് ചർച്ച ചെയ്യട്ടെ. കൺസെൻഷ്വൽ പോളിറ്റിക്സ് ആണ് ഇതിന്റെ ആവശ്യം. ഏകപക്ഷീയതയല്ല വേണ്ടത്, മറിച്ച് ഒരു കൺസെൻസസ് വേണം, ഒരു സമവായം ഉണ്ടാകണം. ആ സമവായം ബുൾഡോസ് ചെയ്താൽ ഉണ്ടാവില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം നിലനിൽക്കാൻ വേണ്ടി എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നു എന്ന ഒരു വിശ്വാസമാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കേണ്ടതെന്നാണ് എന്റെ പക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.